പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കൈവേലിക്കൽ സ്വദേശി അരുണാണ് പിടിയിലായത്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട്. പരിക്കേറ്റവരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അതേസമയം വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നു UDF. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ പാനൂരിൽ ഇപ്പോൾ സമാധാന സന്ദേശ റാലി നടക്കുകയാണ്. പാനൂരിൽ നിന്ന് തത്സമയം സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ റാലി തുടങ്ങിയോ? വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. പാനൂരിലെ ഈ ബോംബ് സ്ഫോടനം, അതിൽ CPM അനുഭാവി കൊല്ലപ്പെട്ടു. ആ സംഭവം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്, ബോംബ് രാഷ്ട്രീയം ചർച്ചയാക്കുകയാണ് UDF. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ പാനൂർ നഗരത്തിൽ സമാധാന സന്ദേശ യാത്ര റാലി എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് നേതൃത്വം നൽകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാക്കാൻ, തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാനം തകർക്കുക, സമാധാന അന്തരീക്ഷം തകർക്കുക, അക്രമ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുക എന്ന നയം LDFനുണ്ട് എന്ന ക്യാമ്പയിൻ സജീവമാക്കുക എന്ന ലക്ഷ്യമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് CPIM പ്രാദേശിക നേതാവിൻ്റെ മകനും കൂട്ടാളികളും ഒക്കെ ചേർന്ന് ബോംബ് നിർമ്മിച്ചു. അങ്ങനെ നിർമ്മാണം നടക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി, ഒരാൾ കൊല്ലപ്പെടാനിടയാക്കി. അത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് എന്ന നിലയ്ക്ക് മണ്ഡലത്തിലുടനീളം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കുക എന്നതാണ്. CPM പക്ഷേ ഞങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ല എന്ന് വാദിക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം ഈ കേസിൽ കൊല്ലപ്പെട്ട ഷെറിൻ വിനീഷ് എന്നിവർ ചേർത്ത് 2 പേരെ ഉൾപ്പെടുത്തിയാണ് ആദ്യം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്. സ്ഫോടനം നടക്കുന്ന സമയത്ത് കൂടുതൽ ആളുകൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം. ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൈവേലിക്കൽ സ്വദേശി അരുൺ എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റ് 2 പേരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് 3 പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിൽ പോലീസ് മുൻകരുതലെടുത്തില്ല, ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു സജീവമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അതായത് ഇവിടെ ബോംബ് നിർമ്മാണം നടക്കുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് വേണ്ടത്ര മുൻകരുതലെടുത്തില്ല. ഒപ്പം ഈ വിഷയത്തിലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അങ്ങനെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നതടക്കം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചൊരു വിമർശനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകും എന്നുകൂടി അവർ വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അതെല്ലാം സജീവ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്തു നിന്നുള്ളത്. കൂത്തുപറമ്പ് ACP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യുകയും ആ സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമവും സജീവമായി പുരോഗമിക്കുന്നുണ്ട്. മൊത്തം 4 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്ന 3 പേരിൽ നിസാര പരിക്കുള്ളവരെ കൂടി വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം സംഭവസ്ഥലത്ത് ആ സമയത്തുണ്ട് എന്ന് പോലീസ് ഇതിനകം കണ്ടെത്തിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. നമുക്കറിയുന്നത് പോലെ പാനൂരിൽ നിന്ന് തത്സമയം ചേരിയായിരുന്നു സജോ ദേവസ്യ. പാനൂരിൽ ഇപ്പോൾ സമാധാന സന്ദേശ റാലി നടക്കുകയാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ റാലി നടക്കുന്നത്. വടകരയിൽ CPM നേതൃത്വത്തിലാണ് ബോംബ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഈ റാലി ഇപ്പോൾ അവിടെ നടക്കുന്നത്.